വി രാജേഷ് സാറ് പൊളിച്ചടുക്കുവാണല്ലോ. ഇതുപോലെ കുറച്ച് മേയർമാരും പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും MLA-മാരും മന്ത്രിമാരും ഉണ്ടെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടു പോയേനെ. റെസ്റ്റോറൻറ്റുകൾ മൊത്തം റെയ്ഡാണ്. പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുന്നു, പിന്നെ അതിനുശേഷം ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. ഇങ്ങനെ നമ്മൾ കുറേ കണ്ടിട്ടുള്ളതാണ്. എവിടെയെങ്കിലും ആരെങ്കിലും ഭക്ഷ്യവിഷബാധ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആരെങ്കിലും മരിക്കണം. അതിന് ശേഷമാണ് അവിടെ പോയിട്ട് ഇതുപോലെ റെയ്ഡ് നടത്തുകയും അടച്ചുപൂട്ടും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് വീണ്ടും തുറക്കും, അല്ലെങ്കിൽ മറ്റൊരു പേരിലായിരിക്കും ഇത് തുറക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം മേയർ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കും എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെ വിശ്വാസം മൊത്തം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്, വിതരണം ചെയ്യുന്നതെന്ന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ വേണ്ടി തയ്യാറല്ല. ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 95 സ്ഥാപനങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുന്ന 100 കണക്കിന് ജീവനക്കാർ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധനയ്ക്ക് ഇറങ്ങിയത്. 48 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ടും വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി രാത്രികാലങ്ങളിലെ തട്ടുകടൽ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതൊരു ഹോട്ടലും അതിലൊരു കാര്യം ഞങ്ങൾ അടിവരായിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ട് നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ഹോട്ടൽ പൂട്ടാൻ തയ്യാറാകണം. ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് ശാസ്തമംഗലം, ഹോട്ടൽ പങ്കായം ബേക്കറി ജംഗ്ഷൻ പാളയം, അൽ ഹസൻ ബജറ്റ് ഫാമിലി റെസ്റ്റോറന്റ് മണക്കാട്, അറേബ്യൻ മസാല മണക്കാട്, പൊറോട്ട ഹട്ട് മണക്കാട്, സൈട്ടൂൺ ഹോട്ടൽ മണക്കാട്, പ്രിയസമുദ്ര ഹോട്ടൽ കോവളം, ഇത്രയും ഹോട്ടലുകൾക്കാണ് നോട്ടീസ് ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. അതിന്റെ നടപടികൾ നേരിടുന്ന ഇത്രയും സ്ഥാപനങ്ങളാണ്. അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ച വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് പകുതി തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും കുറച്ച് വെള്ളം, എന്നിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. എന്തായാലും ഹോട്ടലിന്റെ പേരടക്കം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ അതിനുശേഷം ആറിക്കണമല്ലോ. അങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട് പലരും നമ്മളെ വീടുകളിൽ പോലും പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. വെള്ളം തിളപ്പിച്ചിട്ട് ഇത് പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടുതൽ കുറച്ച് തണുത്ത വെള്ളം അങ്ങോട്ട് ഒഴിക്കും, പച്ചവെള്ളം അങ്ങോട്ട് ഒഴിപ്പിച്ച് ഇതിനെ അങ്ങ് ലെവലാക്കും, കുടിക്കാവുന്ന പരുവത്തിലോട്ടാക്കും. ശരിക്കും പറഞ്ഞാൽ അതിൽ പല മണ്ടത്തരം വേറെ ഇല്ല. വെള്ളം തിളപ്പിക്കുന്ന എന്തിനാ? അതിനകത്ത് അണുക്കളെല്ലാം ചാകാൻ വേണ്ടിയിട്ട്. അണുക്കളെല്ലാം ചത്തതിന് ശേഷം വീണ്ടും ഈ അണുക്കളുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് നേർപ്പിക്കും. അമ്പട ഒന്നാലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇദ്ദേഹം തട്ടുകടകളുടെയും മറ്റും കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, അതായത് ഈ റെസ്റ്റോറൻറ്റുകളുടെയും മറ്റും ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബജ്ജിക്കടകൾ അല്ലെങ്കിൽ ബിരിയാണി കച്ചവടം ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. പല ആൾക്കാർക്കും ഒരു വിചാരമുണ്ട്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് പലരുടെയും കമൻറ്റാണ്, അതായത് മുതലാളി എന്ന് പറഞ്ഞാൽ ബൂർഷ, അവൻ എന്തോ സാമ്പത്തികമായിട്ട് ഭയങ്കര ഉന്നതിയിലുള്ള ഏതോ ഒരുത്തൻ, വഴിയരുവിൽ കച്ചവടം ചെയ്യുന്നവൻ പാവപ്പെട്ടവൻ. ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അവന് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് മുതൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുതൽ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളും മറ്റും വേണമെന്നറിയാവോ? വെള്ളം ടെസ്റ്റ് ചെയ്തതിൻ്റെ മുതൽ, അവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മുതൽ, അവിടെ നിൽക്കുന്ന ആൾക്ക് സാംക്രമിക രോഗങ്ങളുണ്ടോ എന്ന് തുടങ്ങി എന്തുമാത്രം സർട്ടിഫിക്കറ്റുകളും മറ്റും വേണമെന്നറിയാവോ? പിന്നെ അല്ലാത്ത ലൈസൻസ്, പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ വാടക, കറണ്ട് ചാർജ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണെന്നറിയാവോ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കച്ചവടങ്ങൾ നടത്തുന്നത്? ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ പുറകിലുണ്ട്. അതേസമയം വഴി സൈഡിൽ ഒരു FSSAIയുടെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന എത്ര പേരുണ്ടെന്നറിയാവോ? അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അവരും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാനദണ്ഡം വല്ലതും ഉണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളും ചെയ്ത് ഇത്രയും വാടകയും കൊടുത്തിട്ട് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഒരാളുടെ മൂട്ടി കൊണ്ടുവച്ചിട്ട് ഈസി ആയിട്ട് ഇപ്പം മുട്ട ബജ്ജി അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ബിരിയാണി വാഹനങ്ങൾ ചെയ്തോട്ടെ. അതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണ്ട, ഇത്ര മീറ്റർ മാറിയിട്ടോ അങ്ങനെ വല്ലതും ചെയ്യണം. അല്ലാതെ ഇതിനെ മൂട്ടിക്കൊണ്ടുവച്ച് ഈ കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അതിനെ തൊട്ടടുത്ത് ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു സവാള അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ഇങ്ങനെയുള്ള ഏതെങ്കിലും 1-2 ഐറ്റംസ് മാത്രമായിരിക്കും ഈ വാഹനങ്ങൾ വിൽക്കുന്നതും മറ്റുമൊക്കെ. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പറമ്പിലോട്ട് ഒരു ടാർപോളിയും വലിച്ചു കെട്ടിയിട്ട് അവിടെ സർവ്വ സാധനങ്ങളും വിൽക്കുക. ഇതൊക്കെ ശരിയായ നടപടിയാണെന്ന് തോന്നുക. മറ്റവൻ കഷ്ടപ്പെട്ടിട്ട് എന്തുമാത്രം അവൻ തൊഴിലാളികൾക്ക് ശമ്പളവും കൊടുത്ത് കറണ്ട് ബില്ല് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അവൻ അവിടെ ഒരു ബിൽഡിങ്ങിനകത്ത് ഈ കച്ചവടം നടത്തുന്നത്. അവന് പക്ഷേ അന്നേരത്തേക്ക് ആ വിലക്ക് വിൽക്കാൻ പറ്റുമല്ലായിരിക്കും. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ വില കുറഞ്ഞ സ്ഥലത്തോട്ട് പോകും, അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞാലും പോകും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിയായ നടപടിയാണോ? ഒരുത്തൻ അവിടെ കച്ചവടമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നിസാരം ചുമ്മാ ഒരു ടാർപോളിനും വലിച്ചു കെട്ടിയിട്ട് ആ കടയിലുള്ള സർവ്വ സാധനങ്ങളും അവൻ്റെ ഫ്രണ്ട് ഇട്ട് വിൽക്കുക. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ അധികാരികൾ ശ്രദ്ധിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നതില്ല. ഇതിനൊന്നും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ മറ്റോ ഒന്നും ഇല്ലേ? ഇപ്പോൾ ഒരു ബേക്കറിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് വാതിക്കെ കൊണ്ടുവച്ചിട്ടാണ് ഈ ബജ്ജിയും മറ്റുമൊക്കെ വിൽക്കുന്നത്. ഇനിയിപ്പോൾ അത് നാളെ പപ്സും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു നിയമമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. 1-2 ഐറ്റംസ് വിൽക്കുന്നതിനകത്ത് ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ മാറ്റിക്കൊണ്ട് വിൽക്കണം.
അല്ല റെസ്റ്റോറൻറ്റ് വാതിക്കെ കൊണ്ടിട്ട് 100 രൂപയ്ക്കും 150 രൂപയ്ക്കും ബിരിയാണി വിൽക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കുറേ അങ്ങോട്ട് മാറിയിട്ടൊക്കെ വിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ 1-2 ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വിഷയമില്ല. ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സർവ്വ സാധനങ്ങളും കൂടെ ഒരു ടാർപോളിയും വലിച്ച് കെട്ടിട്ട് അങ്ങോട്ട് മാറിയിട്ട് കച്ചവടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ? ഒരു ബിൽഡിങ്ങിൽ ഒരു കച്ചവടം നടത്തുന്നവൻ അവൻ ഭാര്യയുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടായിരിക്കാം അവൻ ആ കച്ചവടം നടത്തുന്നത്. പക്ഷെ അവൻ ബൂർഷയാണ്, അവൻ എക്കാലത്തും ബൂർഷ. അതേസമയം അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനൊരു ഒമ്നിയിലോ മറ്റോ വഴിസൈഡിൽ കൊണ്ട് കച്ചവടം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ അവൻ പാവപ്പെട്ടെന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അധികാരികൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.